നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. വീണ്ടും തമിഴ് മക്കളെ കയ്യിലെടുക്കുകയാണ് തമിഴ്നാടിന്റെ മുഖ്യമന്ത്രിയായിട്ടുള്ള വിജയ്. ഇപ്പോൾ സർക്കാർ സ്കൂളുകളിലെ സൗജന്യ പ്രഭാത ഭക്ഷണ പദ്ധതി 8ാം ക്ലാസ് വരെയുള്ള വിദ്യാർത്ഥികളിലേക്ക് കൂടി വ്യാപിപ്പിക്കാനാണ് വിജയ് സർക്കാർ തീരുമാനിച്ചിരിക്കുന്നത്. സാമൂഹിക ക്ഷേമ വനിതാ അവകാശ വകുപ്പുകളുടെ പ്രവർത്തനങ്ങൾ വിലയിരുത്താൻ ചേർന്ന യോഗത്തിലാണ് തീരുമാനം കൈക്കൊണ്ടത്. പെരിയാറിന്റെ ജന്മദിനമായ സെപ്റ്റംബർ 17 മുതൽ പദ്ധതിയുടെ ആദ്യഘട്ടം നടപ്പാക്കുമെന്ന് മുഖ്യമന്ത്രി വിജയ് അറിയിച്ചു കഴിഞ്ഞു. നിലവിൽ 1ാം ക്ലാസ് മുതൽ 5ാം ക്ലാസ് വരെയുള്ള വിദ്യാർത്ഥികൾക്കാണ് മുഖ്യമന്ത്രിയുടെ പ്രഭാത ഭക്ഷണ പദ്ധതിയുടെ ആനുകൂല്യം ലഭിക്കുന്നത്. പുതിയ തീരുമാനത്തോടെ 6ാം ക്ലാസ് മുതൽ 8ാം ക്ലാസ് വരെയുള്ള വിദ്യാർത്ഥികളെയും പദ്ധതിയുടെ പരിധിയിൽ ഉൾപ്പെടുത്തും. സംസ്ഥാനത്തെ ലക്ഷക്കണക്കിന് വിദ്യാർത്ഥികൾക്ക് ഇതിന്റെ ഗുണം ലഭിക്കുമെന്നാണ് സർക്കാർ പ്രതീക്ഷിക്കുന്നത്. നിലവിലുള്ള പദ്ധതി വിജയകരമായി മുന്നോട്ടു പോകുന്ന സാഹചര്യത്തിലാണ് കൂടുതൽ വിദ്യാർത്ഥികളിലേക്ക് ഇത് വ്യാപിപ്പിക്കാൻ സർക്കാർ തീരുമാനിച്ചത്. പദ്ധതിയുടെ സുഗമമായ നടത്തിപ്പിനുള്ള ഒരുക്കങ്ങൾ ഉടൻ ആരംഭിക്കാനും മുഖ്യമന്ത്രി ഉദ്യോഗസ്ഥർക്ക് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. 2022 സെപ്റ്റംബറിലാണ് തമിഴ്നാട്ടിൽ മുഖ്യമന്ത്രിയുടെ പ്രഭാത ഭക്ഷണ പദ്ധതി ആരംഭിച്ചത്. സർക്കാർ സ്കൂളുകളിലെ വിദ്യാർത്ഥികൾക്ക് പോഷക സമൃദ്ധമായ പ്രഭാത ഭക്ഷണം നൽകുക, വിശപ്പ് കാരണം വിദ്യാർത്ഥികളുടെ പഠനത്തെ ബാധിക്കാതിരിക്കുക, സ്കൂൾ ഹാജർ വർദ്ധിപ്പിക്കുക തുടങ്ങിയ ലക്ഷ്യങ്ങളോടെയായിരുന്നു പദ്ധതി നടപ്പാക്കിയത്. സംസ്ഥാനത്തെ ആയിരക്കണക്കിന് സർക്കാർ എയ്ഡഡ് സ്കൂളുകളിലായി നിലവിൽ 20 ലക്ഷത്തിലധികം വിദ്യാർത്ഥികളാണ് പദ്ധതിയുടെ ഗുണഭോക്താക്കൾ. പദ്ധതി നടപ്പാക്കിയതിനു ശേഷം സ്കൂൾ ഹാജരിൽ വർധനവുണ്ടായതായും വിദ്യാർത്ഥികളുടെ ആരോഗ്യത്തിലും പഠന നിലവാരത്തിലും പുരോഗതി രേഖപ്പെടുത്തിയതായും സർക്കാർ കണക്കുകൾ വ്യക്തമാക്കുന്നു. ഉപ്പുമാവ്, ഇഡലി, ദോശ, പൊങ്കൽ, വിവിധ പച്ചക്കറി വിഭവങ്ങൾ എന്നിവ ഉൾപ്പെടുന്ന പോഷക സമൃദ്ധമായ ഭക്ഷണമാണ് പദ്ധതിയുടെ ഭാഗമായി വിതരണം ചെയ്യുന്നത്. വിദ്യാർത്ഥികളുടെ പോഷകാഹാര ആവശ്യങ്ങൾ പരിഗണിച്ചാണ് ഭക്ഷണ മെനു തയ്യാറാക്കുന്നത്. സാമ്പത്തിക ബുദ്ധിമുട്ടുകളും പോഷകാഹാര കുറവും കാരണം പഠനം ഉപേക്ഷിക്കാൻ സാധ്യത കൂടുതലുള്ള വിഭാഗമാണ് മിഡിൽ സ്കൂൾ വിദ്യാർത്ഥികളെന്ന് സർക്കാർ വിലയിരുത്തുന്നു. ഈ സാഹചര്യത്തിലാണ് 6ാം ക്ലാസ് മുതൽ 8ാം ക്ലാസ് വരെയുള്ള കുട്ടികളെയും പദ്ധതിയുടെ ഭാഗമാക്കാൻ തീരുമാനിച്ചത്. കുട്ടികളുടെ ആരോഗ്യവും വിദ്യാഭ്യാസവും ഒരുപോലെ മെച്ചപ്പെടുത്തുക എന്ന ലക്ഷ്യത്തോടെയാണ് പദ്ധതിയുടെ വിപുലീകരണമെന്നും സർക്കാർ വ്യക്തമാക്കി. പദ്ധതിയുടെ ഭാഗമായി ആവശ്യമായ അടുക്കള സൗകര്യങ്ങളും ജീവനക്കാരുടെ സംവിധാനങ്ങളും കൂടുതൽ ശക്തിപ്പെടുത്തുമെന്നും അധികൃതർ അറിയിച്ചു. സംസ്ഥാനത്ത് വലിയ മാറ്റങ്ങളാണ് ഇപ്പോൾ മുഖ്യമന്ത്രി വിജയുടെ നേതൃത്വത്തിൽ നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നത്. ഇതിൽ സാധാരണക്കാരായിട്ടുള്ള അദ്ദേഹത്തിൻ്റെ ജനങ്ങൾക്ക് എല്ലാ തരത്തിലുള്ള സഹായങ്ങളും എത്തിക്കുന്ന പദ്ധതികളൊക്കെ തന്നെ നടപ്പിലാക്കി വരുന്നുണ്ട്. കഴിഞ്ഞ ദിവസം ഇത്തരത്തിൽ തമിഴ്നാട്ടിൽ നിന്നൊരു വാർത്ത വന്നിരുന്നു. സംസ്ഥാനത്തെ ജയിലുകളിൽ കഴിയുന്ന തടവുകാർക്കായി മുടക്കുന്ന തുക തമിഴ്നാട് സർക്കാർ വെട്ടിക്കുറച്ചുവെന്ന തരത്തിലായിരുന്നു ഒരു പ്രചാരണം നടന്നിരുന്നത്. എന്നാൽ അത് വ്യാജ പ്രചാരണമാണ്. തടവിൽ കഴിയുന്നവരെ പരിപോഷിപ്പിക്കുന്ന വിധമുള്ള അനാവശ്യ ചെലവുകൾ നിർത്തലാക്കിയെന്നും ഈ തുക സ്കൂൾ വിദ്യാർത്ഥികളുടെ ക്ഷേമത്തിനായി വിനിയോഗിക്കാനാണ് വിജയ് സർക്കാരിന്റെ തീരുമാനമെന്നായിരുന്നു സമൂഹ മാധ്യമങ്ങളിലെ പ്രചാരണം. എന്നാൽ സർക്കാർ അത്തരം ഒരു ഉത്തരവ് ഇറക്കിയിട്ടില്ല. അതേസമയം സംസ്ഥാന ജയിലുകൾ ആധുനികവൽക്കരിക്കാനുള്ള നടപടിക്രമങ്ങൾ നടത്തി വരികയാണ് TVK സർക്കാർ. കഴിഞ്ഞ മാസം പുഴൽ സെൻട്രൽ ജയിൽ സന്ദർശിച്ച ഊർജ നിയമ വകുപ്പ് മന്ത്രി R. നിർമ്മൽ കുമാർ ജയിലുകൾ ഡിജിറ്റലൈസ് ചെയ്യാനുള്ള നടപടികൾ സർക്കാർ പരിശോധിച്ചു വരികയാണെന്ന് പറഞ്ഞിരുന്നു. ജയിലുകളിൽ ഇൻഹൌസ് ബസാർ പോലുള്ള സംവിധാനങ്ങളും TVK സർക്കാർ പ്രഖ്യാപിച്ചിട്ടുണ്ട്. തടവുകാർക്ക് ആവശ്യമായ പഴങ്ങളും മറ്റു അനുവദനീയമായ സാധനങ്ങളും ജയിൽ വളപ്പിനുള്ളിൽ തന്നെ സംഭരിച്ച് വിതരണം ചെയ്യുന്ന സംവിധാനമാണ് ഇൻഹൌസ് ബസാർ. ജയിലുകളിലേക്ക് മയക്കുമരുന്നുകളും നിരോധിത വസ്തുക്കളും കടത്താൻ ഉപയോഗിക്കുന്ന വഴികൾ അടയ്ക്കുകയാണ് ഈ സംവിധാനത്തിലൂടെ ലക്ഷ്യമിടുന്നതെന്നാണ് ജയിൽ സന്ദർശനത്തിന് ശേഷം മന്ത്രി മാധ്യമങ്ങളോട് പറഞ്ഞത്. ഈ സംവിധാനം എത്രയും വേഗം പ്രാവർത്തികമാക്കാനാണ് ജയിൽ അധികൃതർക്ക് നൽകിയിരിക്കുന്ന നിർദ്ദേശം. ജയിലിൽ കൂടുതൽ നിരീക്ഷണ ക്യാമറകൾ, മെച്ചപ്പെട്ട ജനറേറ്റർ സൗകര്യങ്ങൾ, നവീകരിച്ച മോണിറ്ററിംഗ് സംവിധാനങ്ങൾ എന്നിവ ഘട്ടം ഘട്ടമായി ഏർപ്പെടുത്താൻ ആവശ്യമായ സാമ്പത്തിക വിഹിതം സംസ്ഥാന ബജറ്റിൽ ഉണ്ടാകുമെന്നും മന്ത്രി അറിയിച്ചിരുന്നു. തമിഴ്നാട്ടിൽ പൂട്ടിയ ടാസ്മാക് കടകളുടെ കണക്കും സർക്കാർ കഴിഞ്ഞ ദിവസം പുറത്തുവിട്ടിരുന്നു. 717 മദ്യവിൽപ്പനശാലകളാണ് പൂട്ടിയത്. മധുര റീജിയണിൽ പൂട്ടിയത് 290 കടകളാണ്.
കോയമ്പത്തൂർ റീജിയണിൽ 179ഉം ചെന്നൈ റീജിയണിൽ 82 കടകളും പൂട്ടി. തമിഴ്നാട്ടിൽ 717 മദ്യവിൽപ്പനശാലകൾ പൂട്ടാൻ വിജയ് സർക്കാർ ഉത്തരവിട്ടിരുന്നു. ആരാധനാലയങ്ങൾ, സ്കൂളുകൾ, ബസ് സ്റ്റാൻഡുകൾ എന്നിവയ്ക്ക് സമീപത്തെ മദ്യവിൽപ്പനശാലകളാണ് അടയ്ക്കുക. ഇവയുടെ 500 മീറ്റർ ദൂരപരിധിയിലുള്ള കടകളെല്ലാം പൂട്ടാനായിരുന്നു ഉത്തരവിൽ പറഞ്ഞിരുന്നത്. തമിഴ്നാട്ടിലെ തിരഞ്ഞെടുപ്പ് പ്രചാരണ കാലത്ത് ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെട്ടിരുന്നതും ലഹരി ഉപയോഗത്തെക്കുറിച്ചും അതിനെ തുടർന്നുണ്ടാകുന്ന ആക്രമണങ്ങളെക്കുറിച്ചുമായിരുന്നു. താൻ മുഖ്യമന്ത്രിയായാൽ ലഹരി മാഫിയകൾക്ക് കൂച്ചുവിലങ്ങിടും എന്ന തരത്തിലും വിജയ് തന്റെ പല പ്രസംഗങ്ങളിലും പറഞ്ഞിരുന്നു. DMK സർക്കാരിനെ ഏറ്റവും അധികം പ്രതിരോധത്തിലാക്കിയ ഒന്നായിരുന്നു ടാസ്മാക് അഴിമതി. തമിഴ്നാട്ടിലെ സർക്കാർ അംഗീകൃത മദ്യവിൽപ്പനശാലകളാണിവ. ഇവയ്ക്ക് അനുമതി നൽകുന്നതുമായി ബന്ധപ്പെട്ട് കോടികളുടെ അഴിമതി നടന്നു എന്നായിരുന്നു ആരോപണം. വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് സമീപം പ്രവർത്തിക്കുന്ന 186ഉം ആരാധനാലയങ്ങൾക്ക് സമീപമുള്ള 276ഉം ബസ് സ്റ്റാൻഡുകൾക്ക് സമീപം പ്രവർത്തിക്കുന്ന 255ഉം ടാസ്മാക് വിൽപ്പനശാലകൾ പൂട്ടാനുള്ള ഉത്തരവിലാണ് വിജയ് കഴിഞ്ഞ ദിവസം രാവിലെ ഒപ്പുവെച്ചത്. ആകെ 4765 ടാസ്മാക് വിൽപ്പനശാലകളാണ് തമിഴ്നാട്ടിലുള്ളത്. ഇതിൽ 717 വലിയ സംഖ്യയാണ്. അത്രയും ടാസ്മാക് കേന്ദ്രങ്ങളാണ് ഒറ്റയടിക്ക് വിജയ് സർക്കാർ പൂട്ടിച്ചത്.